അങ്ങനെ 2024 തീരാറായി. എത്ര പെട്ടെന്നായിരുന്നല്ലേ ഈ ഒരു വർഷം പോയത്. ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എന്നോട് ചോദിച്ചാൽ ഒരു പരിധിവരെ ഹോസ്പിറ്റലൈസ്ഡ് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളായിരുന്നെന്ന് പറഞ്ഞു. ഈ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം കാണാൻ പോയപ്പം പോലും എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിരുന്നു. ഓരോ സീസൺ മാറുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം എനിക്ക് എപ്പോഴും കാണും. എനിവേ അതൊക്കെ പോട്ടെ. ക്രിസ്മസ് മാർക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ബിർമിംഗ്ഹാമിൽ വൺ ഓഫ് ദ ഫേമസ് ഒരു ആചാരമാണിത് എന്ന് വേണേൽ പറയാം. കാരണം എല്ലാ ക്രിസ്മസിൻ്റെ വരവോടെ ക്രിസ്മസ് എത്തിയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവർ വളരെ പുരാതനമായിട്ട് ചെയ്തു വരുന്നതും എന്നാൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സെലിബ്രേറ്റിംഗ് ഏരിയാസാണിത്. ഇവിടെ കുറേ സ്റ്റാളുകളാണുള്ളത്. ഫുഡും അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസാണ്. കാരണം സ്റ്റിൽസ് അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഈ വൂളനായിട്ടുള്ള എല്ലാ ഐറ്റംസ്, ഹാറ്റ്, ഗ്ലൗസസ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമുക്കവിടെ വാങ്ങാൻ കിട്ടും. അവിടെ കാണാൻ നല്ല രസമാണ്. ഒരുപാട് പേര് വരും. അവിടെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജർമ്മനിക്ക് പുറത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വലിയ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ബിർമിംഗ്ഹാം ആണെന്നാണ് ഞാൻ വായിച്ചപ്പോഴൊക്കെ അറിഞ്ഞത്. അവിടെ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ അൽഷു അബു ഉണ്ടായിരുന്നു. നമ്മുടെ കാറ് പാർക്ക് ചെയ്തൊരു ഏരിയ കേട്ടോ ഇത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് തോന്നിയതുകൊണ്ടാണ് ആ ഒരു വീഡിയോ എടുത്തേക്കുന്നത്. കാരണം ഒരു പാലത്തിൽ നമ്മുടെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ബിർമിംഗ്ഹാം ടൗണിലോട്ട്. ആ പാലത്തിൻ്റെ 3rd ഫ്ലോറിൽ നിന്ന് നമുക്കൊരു പാലം വഴി ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത്. ഇവിടെ ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നമ്മളിപ്പോൾ ബിർമിംഗ്ഹാം ഒന്നും ഇവിടെ വന്നൊരു കറങ്ങാത്തൊരു കുറവായിരിക്കും. ഇത് നൈറ്റ് വ്യൂ ആണ്. ഞങ്ങൾ മാർക്കറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് ഓടിപ്പോയതാണ് ഒരു സാധനം മേടിക്കും, പക്ഷെ കിട്ടിയില്ല. എനിവേ ഇതാണ് അതിൻ്റെ എൻട്രി ഭാഗങ്ങൾ. ഈ ട്രീ ഇങ്ങനെയല്ല, ഭയങ്കര ബിഗ്ഗാണ്. ഇതതിൻ്റെ നടുക്കുള്ളൊരു സ്റ്റാച്ചു ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. മീൻസ് അവർ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാനും അവരുടെ ഫ്രണ്ട്സായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് ഞാൻ ഈ വർഷം ആദ്യം കണ്ട ക്രിസ്മസ് പുൽക്കൂട്. പിന്നെ എത്ര വയ്യെങ്കിലും എനിക്ക് ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാനത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അൽഷിഫ. അവളുടെ വീട് ബിർമിംഗ്ഹാമിലാണ്. സോ അവിടെ പോയ